ഹലോ ഫ്രണ്ട്സ്, എക്സാം ടിവിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. SSLC അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് RRB ഗ്രൂപ്പ് ഡി. ഓൾമോസ്റ്റ് ഒരു ഒക്ടോബർ-നവംബർ മാസത്തിൽ നമുക്ക് ഈ എക്സാം പ്രതീക്ഷിക്കാം. സോ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ സ്ട്രാറ്റജീസ്, എക്സാം പാറ്റേൺ, സിലബസ് എന്നിവയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 2019 ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റുകളിലൊന്നാണ് RRB ഗ്രൂപ്പ് ഡി. 1,03,767 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യൽ പേ 18,000 ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും മറ്റ് അലവൻസ് എല്ലാം ചേർത്ത് 20,000 മുകളിൽ നമുക്ക് ലഭിക്കും. അതുമാത്രമല്ല, ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് വഴി പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ഒരു ജോബ് കൂടിയാണ് റെയിൽവേയുടേത്. RRB ഗ്രൂപ്പ് ഡിയുടേത് 4 സ്റ്റേജ് സെലക്ഷൻ പ്രോസസ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് CBT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. 90 മിനിറ്റ്സ് ആണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. CBT ക്വാളിഫൈ ആകുന്നവർക്കുള്ള അടുത്ത സ്റ്റേജ് ആണ് PET. കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിയുടെ 3 ഇരട്ടി കാൻഡിഡേറ്റ്സിനെയാണ് PETക്ക് വിളിക്കുക. അടുത്തത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. വേക്കൻസിയുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും DVക്ക് വിളിക്കുന്നത്. എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയായിരിക്കും വെരിഫൈ ചെയ്യുന്നത്. CBTയുടെ എക്സാം പാറ്റേൺ എങ്ങനെയെന്ന് നോക്കാം. മെയിൻലി 4 കാറ്റഗറീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 മാർക്കിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, 30 മാർക്കിൻ്റെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, 25 മാർക്കിൻ്റെ മാത്തമാറ്റിക്സ് ആൻഡ് 25 മാർക്കിൻ്റെ ജനറൽ സയൻസ്. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുക. തെറ്റുത്തരത്തിന് 0.33 മാർക്സ് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ ഡീറ്റെയിൽ സിലബസ് എങ്ങനെയെന്ന് നോക്കാം. ജനറൽ സയൻസ് ടോപ്പിക്സ്: ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസസ്. 10th ലെവൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോർഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ വരുന്നത്. മെയിൻലി ഡിസീസ് കോസ്ഡ് ബൈ വൈറസ് ഓർ ബാക്ടീരിയ, വൈറ്റമിൻസ്, ബ്ലഡ് ഗ്രൂപ്പ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. മാത്സ് ടോപ്പിക്സ്: നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM ആൻഡ് HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻസ്, കാലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺ. മാത്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ബേസിക് ഫോർമുലാസ്, ഷോർട്ട് കട്ട്സ് ആൻഡ് ട്രിക്സ് ആണ്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. GI ആൻഡ് റീസണിംഗ് ടോപ്പിക്സ്: അനലോഗീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്സ്, സിലോജിസം, ജംപ്ലിംഗ്, വെൻ ഡയഗ്രം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, conclusions and decision making, similarities and differences, analytical reasoning, classification, directions, statement, arguments and assumptions. 10 to 15 സബ് ടോപ്പിക്സ് ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക് സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് ബെസ്റ്റ് മെത്തേഡ്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ്: സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, റെയിൽവേ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ്. ഇത്തരം ടോപ്പിക്സ് മറക്കാൻ സാധ്യതയുള്ളതിനാൽ എക്സാമിന് ഒരു 1 വീക്ക് മുന്നേ റെഫർ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ലൈക്ക്, കമന്റ്, ഷെയർ.